أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على رسولك وحبيبك سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه وصل على جميع الأنبياء المرسلين والحمد لله رب العالمين. ഏറ്റവും ബഹുമാനം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് കരുതട്ടെ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എനിക്കും എൻ്റെ കുടുംബത്തിനും സുഖം തന്നെയാണ്. ഒരുപാട് കാലത്തിന് ശേഷം എൻ്റെ സഹോദരങ്ങളുടെ മുന്നിൽ ഇങ്ങനൊരു വീഡിയോയുമായി വരുന്നത് തീർച്ചയായും ചില കാര്യങ്ങൾ നിങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരുപാട് നന്ദിയുണ്ട്, കടപ്പാടുകളുണ്ട്. എൻ്റെ എല്ലാ സഹോദരങ്ങളും അകമയിഞ്ഞ് എന്നെ സ്നേഹിക്കുന്ന, എന്നോട് സഹകരിച്ച, എന്നെ വിമർശിച്ച സഹോദരങ്ങൾക്ക് പോലും അള്ളാഹു ഈ പുണ്യമാക്കപ്പെട്ട ദിവസത്തിൻ്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട്, ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൻ്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് നമുക്ക് ഇരുലോക വിജയം അള്ളാഹു നൽകുമാറാകട്ടെ. ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വന്നത് ഏകദേശം 10 മാസങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ യൂട്യൂബ് എന്ന ചാനൽ ഏകദേശം 37,000-ഓളം സബ്സ്ക്രൈബ് ഉണ്ടായിരുന്ന, എന്നോട് സഹകരിച്ച, ഒരു വാക്ക് പോലും പറയാതെ ആ ചാനൽ ഞാൻ നിർത്തലാക്കി യൂട്യൂബിലൂടെയുള്ള സോഷ്യൽ മീഡിയയിലൂടെ ഉള്ള ഏകദേശം 11 മാസത്തോളമായെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടും സംസാരിച്ചിട്ടും. കാരണം മറ്റൊന്നുമല്ല സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരുപാട് സഹായങ്ങളും ഒരുപാട് സ്നേഹവും ഒരുപാട് തലോടലുകളും യൂട്യൂബിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ. അതോടൊപ്പം ചില പ്രയാസങ്ങളും വിഷമങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചിന്താഗതി, ഈ യൂട്യൂബുമായി വിട പറയാനുള്ള ചിന്താഗതി വരാനുള്ള കാരണം മറ്റൊന്നുകൊണ്ടല്ല, ആരെയും ഭയന്നിട്ടുമല്ല. ആരും പറയാനുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ 4-5 വർഷം കൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് എനിക്കെന്താണോ പറയാനുള്ളത് അത് ഞാൻ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടുന്ന, ഹബീബ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാവണം, എൻ്റെ സഹോദരങ്ങളെ സഹായിക്കണം എന്നുള്ള മനസ്ഥിതി മാത്രമേ എനിക്കുള്ളൂ. തീർച്ചയായും എൻ്റെ ഒരുപാട് സഹോദരങ്ങൾ എന്നെ സഹായിച്ചതുകൊണ്ടും സഹകരിച്ചതുകൊണ്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ വീട് തിരിച്ചു പിടിച്ചു. ഒരു മുസല്ല എന്ന സംരംഭത്തിലൂടെ 1 കിലോമീറ്റർ പോലും നടക്കാൻ കഴിയാത്ത ഞാൻ ഏകദേശം 7,600 കിലോമീറ്ററോളം നടന്നുകൊണ്ട് മക്ക മദീനയിലേക്ക് എനിക്ക് നടക്കാൻ പറ്റുന്നിടത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും ഞാൻ നടന്നു. അതായത് തിരുവനന്തപുരം ഭീമാപള്ളി മുതൽ ഡൽഹി വരെ നടക്കുകയും അവിടുന്ന് ഒരു റമളാനിൽ, ഇതുപോലെ ഒരു റമളാനിൽ 3 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു റമളാനിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെയായിരുന്നു. 24 ദിവസം മക്കത്ത് നിൽക്കാനും 5 ദിവസം മദീനയിൽ നിൽക്കാനും അവിടെയുള്ള ഒരുപാട് സഹോദരങ്ങൾ എന്നെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തിരിച്ചു വന്ന ഞാൻ ഒരു റബീഉൽ അവ്വൽ 1 ആരംഭിച്ച യാത്ര അതേ റബീഉൽ അവ്വൽ 1 തിരിച്ച് അവസാനിപ്പിച്ചു. വീണ്ടും തിരിച്ച് നാട്ടിൽ വന്നു. എൻ്റെ വീടിൻ്റെ ബാധ്യത നിലനിർത്തിക്കൊണ്ട് ഒരു മുസല്ല കച്ചവടം ഞാൻ ആരംഭിച്ചു. ആദ്യം 786 രൂപ എന്ന തോതിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് നല്ലവരായ സഹോദരങ്ങൾ സഹകരിക്കുകയും അതിൽ വാങ്ങാൻ പറ്റാത്ത സഹോദരങ്ങൾ അറിയിച്ചപ്പോൾ അതും ഞാൻ ഏറ്റെടുക്കുകയും ഈ വർഷം, ഈ റമളാൻ കഴിഞ്ഞ ആഴ്ച വരെ ലാസ്റ്റ് 2 മുസല്ല കിറ്റ് കൊടുക്കാനുണ്ടായിരുന്നു. അതെൻ്റെ യൂട്യൂബ്, ഫേസ്ബുക്കിലൂടെ, വാട്സാപ്പിലൂടെ ഞാൻ അറിയിച്ചിരുന്നു. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാനത് കൊടുത്തു. ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയാനുള്ള കാരണം യൂട്യൂബ് അവസാനിപ്പിച്ചതും മറ്റൊന്നുകൊണ്ടുമല്ല സഹോദരങ്ങളെ. ഞാനൊരു വീഡിയോ ഇടുന്ന കാരണത്താലാണ് മറ്റുള്ളവർക്ക് മോശമായ ഒരു കമൻറ്റ് ഇടാനുള്ളൊരു അവസരം ഞാനായിട്ടാണ് ഒരുക്കുന്നത്. ആ ഒരു ചിന്താഗതി തന്നെയാണ് യൂട്യൂബിൽ നിന്ന് മാറി നിൽക്കാനുള്ള കാരണം. അതുപോലെ തന്നെ ഒരു ബഹുമാനപ്പെട്ട ഒരു ഉസ്താദ് വന്നിട്ട് ഇതുപോലൊരു കറുത്ത തൊപ്പി എന്നെ അണിയിച്ചിരുന്നു. കുറച്ചു കാലം ഞാൻ കറുത്ത തൊപ്പി അണിഞ്ഞിരുന്നു. അതിനുശേഷം ആ കറുത്ത തൊപ്പി ഒഴിവാക്കാനുള്ള കാരണം, ആ തൊപ്പിയിട്ട് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ എന്തോ ഒരു വലിയവനാണ് എന്ന് അറിയിക്കുന്നത് പോലെ ഒരു തോന്നൽ വന്നതുകൊണ്ടാണ് ഉസ്താദ് എന്നോട് ക്ഷമിക്കണം, ആ തൊപ്പി ഞാൻ ഒഴിവാക്കാനുള്ള കാരണം. എനിക്കൊരു സാധാരണക്കാരനായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
എന്നൊരു തങ്ങൾ എന്നുള്ള രീതിയിൽ ഒരു ബഹുമാനം ഒരാൾ ബഹുമാനിക്കുക, അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല സഹോദരങ്ങൾ. ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ റബ്ബ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാവണം, എൻ്റെ ഹബീബ് ഇഷ്ടപ്പെടുന്ന ഒരാളാവണം. എൻ്റെ ഹബീബും എൻ്റെ റബ്ബും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഈ ദുനിയാവെന്ന് വിട പറയണം. അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് യൂട്യൂബിൽ നിന്നും മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവും ഞാനുമായി കൂടുതൽ അടുക്കുക എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഈ കറുത്ത തൊപ്പി ഒഴിവാക്കാനുള്ള കാരണവും യൂട്യൂബ് ഒഴിവാക്കാനുള്ള കാരണം. ഇപ്പോൾ മുസല്ല എന്ന ഗ്രൂപ്പും ഞാൻ പിരിച്ചുവിടുകയാണ്. ഒരുപാട് സഹോദരങ്ങൾ എന്നോട് സഹകരിച്ചിട്ടുണ്ട്. ഒരുപാട് മുസല്ല കിറ്റ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരമുള്ള സഹോദരൻ വരെ, കാസർഗോഡുള്ളൊരു ഉമ്മ, തിരുവനന്തപുരമുള്ളൊരു സഹോദരൻ, ഒരുപാട് സഹോദരങ്ങൾ എന്നോട് സഹകരിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ സഹകരിച്ചിട്ടുണ്ട്. ആ സഹകരിച്ച എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു ഇരുലോക വിജയം നൽകുമാറാകട്ടെ. കൂടുതൽ വീഡിയോയിലൂടെ ഞാൻ സംസാരിച്ച് വലിച്ചു നീട്ടുന്നില്ല. കാരണം ഇന്ന് നന്മ കെട്ടടങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നന്മ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തിന്മ പ്രചരിപ്പിക്കുകയും തിന്മയിലൂടെ മുമ്പോട്ട് പോകുന്ന ആളുകളെയും അവർക്ക് സപ്പോർട്ടും കാര്യങ്ങളും. കാരണം ആരെയും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ആരെയും ഞാൻ വിമർശിക്കുകയില്ല. ലോകം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങളോട് ഈ എളിയവന് ഒരു കാര്യം മാത്രമേ ഉണർത്താനുള്ളൂ. ഏത് നിമിഷമാണ് നമ്മുടെ മരണമെന്ന് നമുക്കറിയില്ല. ഓരോ നിമിഷവും മരണത്തെ കാത്ത് ജീവിക്കണമെന്ന് എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. അള്ളാഹു എന്തായാലും നമ്മൾ തിരികെ വിളിക്കും. ആ തിരികെ വിളിക്കുമ്പോൾ അതിനുവേണ്ടി ഒരുങ്ങി നാം ജീവിക്കണമെന്ന് വിനീതമായിട്ട് ഞാൻ അറിയിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ എൻ്റെ സഹോദരങ്ങൾ ആരെയെങ്കിലും ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളൊക്കെ എനിക്ക് പൊരുത്തപ്പെട്ട് തരണമെന്ന് ഞാൻ വിനീതമായി അറിയിക്കുന്നു. അള്ളാഹു നൽകുന്ന ജീവിതമാണ് ഈ ജീവിതം. ഈ ജീവിതം ഒരു പരീക്ഷണം കൂടെയാണ്. അള്ളാഹു ചിലർക്ക് സമ്പത്ത് നൽകും, ചിലർക്ക് പരീക്ഷണങ്ങൾ നൽകും. ആ പരീക്ഷണത്തിൽ അകപ്പെട്ട ഒരു വ്യക്തിയാണ്. അതിന് എൻ്റെ പരീക്ഷണങ്ങളിൽ ഞാൻ ഒരിക്കലും വേദനിക്കുന്നില്ല. കാരണം അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം നമ്മുടെ പ്രവാചകന്മാർ തൊട്ട് ഒരു പ്രവാചകന്മാരും പ്രയാസങ്ങൾ അനുഭവിക്കാത്ത, വിഷമങ്ങൾ അനുഭവിക്കാത്ത ഒരു പ്രവാചകന്മാർക്കും ആരെയും നമുക്ക് കണ്ടെത്താൻ എൻ്റെ കാഴ്ചയിൽ ഞാൻ കണ്ടെത്തിയിട്ടില്ല. എല്ലാവർക്കും ഓരോ പരീക്ഷണങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ റബ്ബ് എന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഈ പരീക്ഷണങ്ങളൊക്കെ വരുന്നതെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് കഴിഞ്ഞ റമളാനിലും അതിൻ്റെ മുമ്പത്തെ റമളാനിലും ഞാനും എൻ്റെ കുടുംബവും ഒരുപാട് വേദനയും പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. അതിനൊന്നും യാതൊരു പരാതിയും എനിക്കില്ല. കാരണം റബ്ബ് ഞങ്ങളെ കൂടെ ഉണ്ട്. ആ റബ്ബ് തന്നെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാ വിഷമങ്ങളിൽ നിന്നും, എല്ലാ സങ്കടങ്ങളിൽ നിന്നും എൻ്റെ സഹോദരങ്ങളുടെ രക്ഷ നൽകിയിട്ടുണ്ട്. തീർച്ചയായും ഈ ജീവിതം തന്ന എൻ്റെ റബ്ബ് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇനി ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ. ഈ ദുനിയാവിൽ നിന്ന് വിട പറയും മുമ്പ് എൻ്റെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കില്ല. ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ അറിയിക്കുന്നവരെ അറിയിക്കും, സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം. എന്നെ കൊണ്ടാവുന്നത് ഇതുവരെ അൽഹംദുലില്ലാ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ആരെയും വഞ്ചിക്കാനോ ചതിക്കാനോ അല്ലെങ്കിൽ ആരിൽ നിന്നും എന്തെങ്കിലും തട്ടിയെടുക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല സഹോദരങ്ങളെ. തീർച്ചയായും നമ്മുടെ ഓരോ പ്രവൃത്തിയും അറിയുന്നവൻ അള്ളാഹുവാണ്. ആ അള്ളാഹു നമ്മുടെ പ്രവൃത്തിയിൽ എന്തെങ്കിലും ഒരു തിന്മയോ മറ്റുള്ളതോ വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊറുക്കുമാറാകട്ടെ. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരാളെയും ദ്രോഹിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ പലരെയും പല വിധത്തിലേക്ക് മാറ്റിയെടുക്കുന്നു. അള്ളാഹു തന്ന അനുഗ്രഹമാണ് നമ്മുടെ ജീവിതം. ഞാൻ ആരെയെങ്കിലും വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. തീർച്ചയായും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും എന്നെ വെറുക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്കും അള്ളാഹു ഇരുലോക വിജയം നൽകുമാറാകട്ടെ. നമ്മുടെ മനസ്സിലുള്ള ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ നോട്ടം, കോലത്തിലേക്കല്ല. ഇന്ന് പല വിധത്തിലുള്ള സഹോദരങ്ങൾ പല വിധത്തിൽ വിശ്വാസികളുടെ വേഷമണിഞ്ഞുകൊണ്ട് ചതിയും വഞ്ചനയും നടത്തുന്നതിന് ഞാൻ എതിർത്തിരുന്നു. അതിനൊരുപാട് ശത്രുത എനിക്ക് ഏൽക്കേണ്ടിയും വന്നിട്ടുണ്ട്. സാരമില്ല, ഇന്ന് മനസ്സിലാവാത്ത പലതും ഇൻഷാ അല്ലാഹ് പതിയെ അങ്ങോട്ട് മനസ്സിലാകും. ഇന്ന് പലരും പല വേഷം കെട്ടുകാരും ദുനിയാവിൻ്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ദുനിയാവിനെയല്ല ആഗ്രഹിക്കുന്നത്, ഞാൻ ആഖിറത്തിനെയാണ് ആഗ്രഹിക്കുന്നത്. ദുനിയാവ് നമുക്ക് വേണം, പക്ഷെ ദുനിയാവിൻ്റെ പിറകെ നമ്മൾ ഓടരുത്. ദുനിയാവ് നിലനിൽപ്പിന്, ഈ ദുനിയാവിൽ അള്ളാഹു തന്ന ആയുസ് വരെ, ആ ആയുസ് തീരുന്നത് വരെ
ഈ ദുനിയാവിൽ നമുക്ക് നിലനിൽപ്പ് ആവശ്യമാണ്. ആ നിലനിൽപ്പിനുള്ളത് അള്ളാഹു നമുക്ക് എത്തിച്ചു തന്നാൽ മാത്രം മതി. അല്ലാതെ ഒരു പേരും പ്രസക്തിയും ലഭിക്കണമെന്നോ അല്ലെങ്കിൽ ഉയരങ്ങളിലെത്തണമെന്നോ ഞാൻ ആഗ്രഹിക്കുന്നില്ല സഹോദരങ്ങൾ. ഇത് ഒരുപാട് തവണ എൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞതാണ്. പിന്നെ ഞാൻ ഒരു വർഷം നടന്നിട്ടുണ്ടെങ്കിൽ ആ നടന്നതിനൊക്കെ ഒരു കാരണങ്ങളുണ്ടാവും. ഓരോ പ്രവൃത്തിക്കും ഓരോ കാരണങ്ങളുണ്ടാവും സഹോദരങ്ങളെ. അതുകൊണ്ട് എൻ്റെ എല്ലാ സഹോദരങ്ങളും എന്നോട് സഹകരിച്ച, വീണ്ടും ഒരിക്കൽ കൂടി എന്നോട് സഹകരിച്ച, എന്നെ ചേർത്ത് പിടിച്ച എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അല്ലാഹു തആല പരീക്ഷണമായി ഈ ലോകത്ത് ഇന്നൊരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങൾ സഹിക്കുന്നുണ്ട്. അവരുടെ പരീക്ഷണങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമ്മളതൊന്നും ഒരു പരീക്ഷണവുമല്ല സഹോദരങ്ങളെ. തീർച്ചയായും അള്ളാഹു തന്ന ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ വരുമ്പോൾ, ചില വിഷമങ്ങൾ വരുമ്പോൾ, ചില ദുരിതങ്ങൾ വരുമ്പോൾ നമ്മൾ അള്ളാഹുവിൽ കൂടുതൽ അർപ്പിക്കുക. തീർച്ചയായും എനിക്ക് വിശ്വാസമുണ്ട്, നമുക്ക് അള്ളാഹു ചില പരീക്ഷണങ്ങൾ തന്നാൽ ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ടാവും, ഒരിറക്കത്തിന് ഒരു കയറ്റം ഉണ്ടാവും സഹോദരങ്ങളെ. ഇന്ന് നമ്മൾ കരഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പ്രതീക്ഷയോടെ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നമ്മൾ തവക്കുൽ ചെയ്തുകൊണ്ട്, ഇന്ന് പലർക്കും അടിയുറച്ച വിശ്വാസം, അടിയുറച്ച തഖ്വയും കുറഞ്ഞു പോയതാണ് പലർക്കും കാരണം. ഇന്ന് പല പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ പല ഭാഗത്തേക്ക് ഓടുകയാണ്. എവിടെ നിന്നാണ് ഈ പ്രയാസങ്ങൾ മാറ്റുക? ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതൊക്കെ പറഞ്ഞാൽ വീണ്ടും 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 ഞാൻ മറ്റുള്ളവരുടെ ശത്രുത വീണ്ടും വീണ്ടും വാങ്ങിക്കെട്ടേണ്ടി വരും. അതുകൊണ്ട് ആരെയും ഞാൻ വിമർശിക്കുന്നുമില്ല, ആരെയും ഞാൻ തള്ളിപ്പറയുന്നുമില്ല. യൂട്യൂബ് ഞാൻ നിർത്തലാക്കിയത് ആരെയും ഭയന്നിട്ടല്ല, അങ്ങനെ ഞാൻ ഭയക്കുകയുമില്ല. കാരണം ഇതിൻ്റെ മുമ്പ് മരണം ഒരുപാട് മുന്നിൽ കണ്ടിട്ടും ഞാൻ ഭയന്നിട്ടില്ല. അള്ളാഹു എനിക്ക് എന്താണോ നൽകാൻ ഉദ്ദേശിച്ചത് അത് അള്ളാഹു തീർച്ചയായും നൽകുമ്പോൾ ഇരു കൈയും ഞാൻ നീട്ടി സ്വീകരിക്കും. അപ്പോൾ അള്ളാഹു നമുക്ക് തന്ന ആയുസ്, നമുക്ക് തന്ന ജീവിതം ആരെയും അളക്കാനുള്ള ഒരു അളവുകോൽ നമ്മുടെ അടുത്ത് ഇല്ല സഹോദരങ്ങളെ. ആരെയും നമുക്ക് അളക്കാൻ കഴിയില്ല. കോലം കൊണ്ടും വേഷം കൊണ്ടും എനിക്കൊരു പിൻബലം എൻ്റെ റബ്ബ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള അങ്ങോട്ടുള്ള ജീവിതം എൻ്റെ റബ്ബുമായും എൻ്റെ ഹബീബിനെയും ഇഷ്ടപ്പെട്ട് ജീവിക്കുക. അള്ളാഹു എനിക്ക് വിധിയേകിയാൽ, എനിക്ക് സമ്പത്ത് നൽകിയാൽ തീർച്ചയായും സഹായിക്കേണ്ട സഹോദരങ്ങളെ ഞാൻ തീർച്ചയായും സഹായിക്കുക തന്നെ ചെയ്യും. അള്ളാഹു അതുകൊണ്ട് ഈ ആയുസ് തന്ന, ഈ ജീവിതം തന്ന എൻ്റെ റബ്ബ്, സർവസ്തുതിയും എൻ്റെ റബ്ബിന് തന്നെയാണ്. അള്ളാഹു തആല നമ്മുടെ ജീവിതം നന്മയുള്ള ജീവിതമാക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്ത് ഇരുലോക വിജയം നൽകുമാറാകട്ടെ. അതുകൊണ്ട് മുസല്ല എന്ന ഗ്രൂപ്പും ഞാനിവിടെ പിരിച്ചുവിടുകയാണ്. ഈ ഗ്രൂപ്പിലൂടെ ആർക്കെങ്കിലും എന്തെങ്കിലും വേദനയോ പ്രയാസങ്ങളോ വിഷമങ്ങളോ സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണമെന്ന് വിനീതമായി അറിയിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.